ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ഗോസസ് ലോ. അപ്പോൾ ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആദ്യം തന്നെ കിടക്കാം. ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 times the total charge enclosed by the surface. The total electric flux over a closed surface is equal to 1/epsilon 0 times the total charge enclosed by the surface. നമുക്ക് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫൈയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ്. ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിളും കൂടി കൊടുത്തേക്കാം. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പോൾ ഗോസസ് ലോയുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർക്കാം. ഫൈ ദറ്റ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ക്യൂ. ഇനി നമുക്ക് ആ ഗോസസ് ലോയുടെ പ്രൂഫിലേക്ക് കടക്കാം. ഗോസസ് ലോ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു പ്ലസ് ക്യൂ ചാർജ്. ഇതാണ് നമ്മുടെ പ്ലസ് ക്യൂ ചാർജ്. ഇത് സിറ്റുവേറ്റ് ഇരിക്കുന്നത് ഒ എന്ന് പറയുന്ന പോയിന്റിലാണ്. നമുക്കറിയാം പ്ലസ് ചാർജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഔട്ട് വൈഡ് ഡിറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ. ദെൻ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലസ് ക്യൂ ചാർജ് ഉൾപ്പെടുന്ന ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യുക. ഗോസസ് തിയറം അല്ലെങ്കിൽ ഗോസസ് ലോ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന, ഗോസസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ക്ലോസ്ഡ് സർഫസ്, അതിനൊരു പ്രത്യേക പേര് പറയാറുണ്ട്, ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നത് ആ സർഫസിന് പറയുന്ന പേരാണ്, നമ്മൾ ചൂസ് ചെയ്യുന്ന സർഫസിന് പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. ഈ ഗോഷ്യൻ സർഫസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗോഷ്യൻ സർഫസിന് ഒരു സിമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും. ഈ ഗോഷ്യൻ സർഫസ് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും എടുക്കാം, ഷേപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം. അതായത് ചിലപ്പോൾ നമുക്ക് സ്ഫെരിക്കൽ സർഫസ് എടുക്കേണ്ടതായിട്ട് വരും, ചില സാഹചര്യങ്ങളിൽ നമുക്ക് സിലിണ്ട്രിക്കൽ സർഫസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്, ഇമാജിൻ ചെയ്യുന്നത് ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. അതായത് പ്ലസ് ക്യൂ ചാർജ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒരു സ്ഫിയർ ഞാൻ കൺസിഡർ ചെയ്യുക. ഒരു സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ്. ഈ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്തു. ഇതിൻ്റെ സർഫസ് ഏരിയ എസ് ആണ്. ഇനി നമുക്ക് ഈ എസ് എന്ന് പറയുന്ന ആ സർഫസിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു പോർഷൻ, ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുവാണ് ഇവിടെ. ആ ചെറിയൊരു ഏരിയയ്ക്ക് പേര് കൊടുക്കുവാണ് ഡി എസ്. ഈ ഡി എസ് എന്ന് പറയുന്ന ഏരിയയുടെ ഏരിയ വെക്റ്റർ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഏരിയ വെക്റ്റർ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം വെക്റ്റർ ഡി എസ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ ചെറിയൊരു ഏരിയ ഡി എസ്, അതിന് നോർമലായിട്ടായിരിക്കും എന്ത് പാസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിങ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കേസിൽ നമുക്ക് ഈ ഏരിയ വെക്റ്റർ ഡി എസും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്റ്റർ ഇയും എങ്ങനെയായിട്ടാണ് വരുന്നത്? സെയിം ഡിറക്ഷൻ, അല്ലെങ്കിൽ അവർ പാരലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ എത്രയായിരിക്കും? 0 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. ഫ്ലക്സ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ് ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? ഇ ഡി എസ് കോസ് തീറ്റ. ഹിയർ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രി. നമുക്കറിയാം കോസ് 0ൻ്റെ വാല്യൂ എത്രയാ? കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 5 ദറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയ നമ്മുടെ ഇവിടുത്തെ കേസിൽ, അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇയിൽ ആ ഏരിയ എന്ന് പറയുന്ന ടേം വരുന്നില്ല. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന ടേം വരുന്ന ടേമിനെ മാത്രമേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ ചെറിയ ചെറിയ ഡി എസ് ഏരിയകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഏരിയ ആയ എസ് കിട്ടുന്നത്. അപ്പോൾ ഈ ഏരിയ ആയിട്ട് ഡിപ്പെൻഡൻസ് ഇല്ലാത്ത ആ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കാം. ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഡി എസ്. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ആർ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? ഇത് റേഡിയസ് സ്മോൾ ആർ ആണെങ്കിൽ ഉറപ്പായിട്ടും സെൻറ്റർ ഓ മുതൽ ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അപ്പോൾ ഈ പോയിൻ്റ്, ഈ മിഡ് പോയിൻറ്റിന് വേണമെങ്കിൽ ചെറിയൊരു സിമ്പിൾ കൊടുക്കാം, പി എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കാം. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇതാ ഇവിടെ ഇക്ക് പകരം നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. പോയിൻ്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഈക്വൽസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. വീണ്ടും ആ ടോട്ടൽ ഏരിയ ഈ ചെറിയ ചെറിയ ഏരിയകളെ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്? സ്ഫെരിക്കൽ സർഫസ് അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ കിട്ടും. റേഡിയസ് എത്രയാ? സ്മോൾ ആർ ആണ്. നമുക്കറിയാം സ്ഫിയറിൻ്റെ സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 4πr². അപ്പോൾ ഈ രണ്ട് ടേം നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 5 ദറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഈയുടെ വാല്യൂ കൊടുത്തു ഇൻറ്റു ഏരിയയ്ക്ക് നമ്മൾ കൊടുക്കുവാണ് എന്ത്? 4πr². അപ്പോൾ നോക്കിക്കേ, 4π ക്യാൻസൽ ചെയ്തു, r² ക്യാൻസൽ ചെയ്തു, ബാലൻസ് നമുക്ക് എന്താ കിട്ടുന്നത്? 5 ദറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 Q. ഇതല്ലേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഗോസസ് ലോ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗോസസ് ലോ? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്തത് ഒരു +Q ചാർജ് O എന്ന് പറയുന്ന പോയിന്റിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പ്ലസ് ചാർജ് ആയത് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ ഔട്ട്വേർഡ് ഡിറക്ഷൻ. ഈ പ്ലസ് ചാർജ് ഉൾപ്പെടുന്ന ഒരു ഗോഷ്യൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്തു. അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫെരിക്കൽ ഷേപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ ആ സ്ഫെരിക്കൽ സർഫസിലെ ചെറിയൊരു ഏരിയ DS നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ DS ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെക്റ്റർ ഇയും ഈ വെക്റ്റർ DSഉം എങ്ങനെയാണ്? സെയിം ഡിറക്ഷൻ അല്ലെങ്കിൽ അവർ പാരലലാണ്. അങ്ങനെ പാരലൽ ആണെങ്കിൽ തീറ്റ വാല്യൂ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുത്തു 5 ഈക്വൽസ് സർഫസ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ DS ദറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ DS കോസ് തീറ്റ. ഹിയർ തീറ്റ 0 ഡിഗ്രി. കോസ് 0 എത്രയാണ് നമുക്കറിയാം? 1 ആണെന്നറിയാം. നമ്മുടെ ഇക്വേഷൻ സർഫസ് ഇൻ്റഗ്രൽ ഇ DS ദറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ DS. ദെൻ നമ്മൾ ഇയുടെ വാല്യൂ DSൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കി. ഇയുടെ വാല്യൂ നമുക്കറിയാം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ് 1/4πε0 Q/r². Total surface area of the spherical surface with radius r that is equal to 4πr². ഈ രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 1/4πε0 Q/r² ഇൻറ്റു 4πr². സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5 ഈക്വൽസ് 1/ε0 Q. പിടി കിട്ടി കാണുമല്ലോ. ഇനി നമുക്ക് ഈ ഗോസസ് ലോയിൽ നിന്ന്
അപ്പോൾ നമ്മൾ പഠിച്ച ഗോസസ് ലോയിൽ നിന്ന് വേണമെങ്കിൽ കൂളംസ് ലോ ഒന്ന് കണ്ടുപിടിക്കാം. എന്തായിരുന്നു കൂളംസ് ലോ? എന്തായിരുന്നു? ദ ഫോഴ്സ് ബിറ്റ്വീൻ എനി 2 point charges is directly proportional to product of the charges and inversely proportional to square of the distance between them. ആണല്ലോ. ഇക്വേഷൻ എന്തായിരുന്നു? F equals 1/4πε0 Q1 Q2 by R square. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഗോസസ് ലോയിൽ നിന്ന് ആ ഇക്വേഷനിലേക്ക് എത്താനായിട്ട് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഗോസസ് ലോ അനുസരിച്ച് phi that is equal to 1/ε0 times Q. ഈ phi എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ്. വെക്റ്റർ ഇ ഡോട്ട് വെക്റ്റർ ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 Q. അപ്പോൾ സെയിം ഫിഗർ തന്നെയാട്ടോ നമുക്ക് ഇവിടെയും കൺസിഡർ ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് വെക്റ്റർ ഡി എസും വെക്റ്റർ ഇയും സെയിം ഡയറക്ഷൻ പാരലൽ. അപ്പോൾ തീറ്റ വാല്യൂ 0 ഡിഗ്രി. അപ്പോൾ ഇ ഡി എസ് കോസ് 0 ഇ ഡി എസ് കോസ് 0 എന്ന് പറയുമ്പോൾ കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ബാലൻസ് എങ്ങനെ വരുന്നത്? ഇ ഡി എസ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് ദറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 Q ഓർ ഇ ഇൻറ്റു സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് E into surface integral ds that is equal to 1/ε0 Q, that is E into 4 pi r square that is equal to 1/ε0 Q, or E equals 1/4 pi epsilon 0. ഇവിടെ Q ഉണ്ട്, ഇവിടെ നിന്ന് വന്ന ആറും താഴേക്ക് വരും. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? E that is equal to 1/4 pi epsilon 0 Q by R square. ഇനി ഫിഗറിലേക്ക് ഒന്ന് നോക്കുക. ആ പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മൾ ഒരു സെക്കൻഡ് ചാർജ് വയ്ക്കുവാണ്. ആ സെക്കൻഡ് ചാർജിന് Q ഡാഷ് എന്ന് ഞാൻ പേര് കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഈ പ്ലസ് ക്യൂവും ഈ Q ഡാഷും തമ്മിലുള്ള ഫോഴ്സ്, ആ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. E that is equal to F by Q അല്ലേ? അപ്പോൾ F that is equal to Q into E. Therefore F that is equal to Q into ഇവിടുത്തെ കേസിൽ നമ്മുടെ Q എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് ഏതായിരുന്നു? Q ഡാഷ് ആയിരുന്നു നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വാല്യൂ എത്രയാണ്? 1/4 pi epsilon 0 Q by R square. That is F equals 1/4 pi epsilon 0 Q into Q dash divided by R square. ഇതല്ലേ നമ്മുടെ ഏത് ലോ? കൂളംസ് ലോ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി 1/4 pi epsilon 0 Q into Q dash by R square. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗോസസ് ലോയിൽ നിന്ന് എവിടേക്ക് എത്താം? കൂളംസ് ലോയിലേക്ക് എത്തിച്ചേരാം. കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് 1.18 ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിലെ 18ാമത്തെ പ്രോബ്ലം. ആ പ്രോബ്ലം അവർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. സൈഡ് 10 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു സ്ക്വയർ. അതിൻ്റെ സെൻറ്റർ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ എബവ് ആയിട്ട് ഒരു പോയിൻ്റ് ചാർജ് വെച്ചിട്ടുണ്ട്. 10 മൈക്രോ കൂളം. അപ്പോൾ ഒരു സ്ക്വയർ 10 സെൻറ്റിമീറ്റർ സൈഡായിട്ടുള്ള അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 10 മൈക്രോ കൂളം ചാർജ് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ സൈഡ് ഓഫ് ദിസ് സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിലെ ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യണം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ആ ഇമാജിനറി സർഫസിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ഒരു ക്യൂബിക്കൽ സർഫസ് കൺസിഡർ ചെയ്യാം.
ഒരു ഇമാജിനറി സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ക്യൂബിക്കൽ സർഫസ്. അപ്പോൾ ഈ ക്യൂബിൻ്റെ കേസിൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും പ്ലസ് ചാർജാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ഡിറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂബാണ്. ആ ക്യൂബിന് എത്ര ഫേസസ് ഉണ്ടെന്ന് നമുക്കറിയാം. ടോട്ടൽ എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ 6 ഫേസ് ഉണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ആ ഒരു സ്ക്വയറിൽ കൂടെയുള്ള ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഫ്ലക്സിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ടോട്ടൽ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ φ = 1/ε0 ടൈംസ് Q ആയിരുന്നു. അപ്പോൾ ആ മൊത്തം ആ ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ചെയ്താൽ മതി. നേരെ മറിച്ച് അവർ ചോദിച്ചിരിക്കുന്നത് വൺ സൈഡിൽ കൂടെയുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ക്വയറിൽ കൂടെയുള്ള ഫ്ലക്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കണം 1/6 × 1/ε0 Q. നമുക്ക് വാല്യൂസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. 5 that is equal to 1/6 × 1/ε0ൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8.85 × 10⁻⁻12 ഇൻറ്റു ചാർജ് എത്രയാണ്? 10 മൈക്രോ. മ്യൂ എന്ന് പറയുന്നത് മൈക്രോ നമ്മൾ എന്ത് കൊടുക്കും? 10⁻⁻6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5 that is equal to 1.88 × 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളാം. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതാൻ പോകുമ്പോൾ ഈ ചെറിയ വാല്യൂസ് ഒന്നും പെട്ടെന്ന് കാൽക്കുലേഷൻ ഒന്നും ഓർത്തിരിക്കുക. അപ്പോൾ 1/6 വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? 1.666 എന്ന് വന്നോളൂ. അപ്പോൾ നമുക്ക് 0.167 എന്ന് വിചാരിക്കാം. അതേമാതിരി 1/8.85 × 10⁻⁻12 അതിൻ്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 0.1129 സംതിങ് വരും. അതിന് നമുക്ക് റൗണ്ട് ചെയ്ത് 0.113 എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു 10 × 10⁻⁻6 നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1.88 × 10⁵5. യൂണിറ്റ് അറിയാലോ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. അപ്പോൾ നമ്മൾ ഗോസസ് ലോ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി ഈ ഗോസസ് ലോ അപ്ലൈ ചെയ്ത പല ചാർജ്ഡ് ഷേപ്പുള്ള ബോഡീസിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് 3 ആപ്ലിക്കേഷനാണ് ഗോസസ് ലോയുടെ. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് ഇന്ന് പഠിക്കാം. ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ലോങ് സ്ട്രെയിറ്റ് വയറിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നോക്കാം. എന്ത് യൂസ് ചെയ്ത്? ഗോസസ് ലോ യൂസ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം, ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ, ഈ വയറിൻ്റെ ലെങ്ത്ത് L ആണ്, യൂണിഫോംലി ചാർജ്ഡ് വയറാണ്. ഇപ്പോൾ പോസിറ്റീവ് ചാർജസ് ആണ് ഈ വയറിൽ ഉള്ളത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ഡിറക്ഷൻ. ഈ സൈഡിലെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഔട്ട്വേർഡ് ഡിറക്ഷൻ. ഈ സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് ഔട്ട്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ വയറിൽ നിന്ന്, ഈ ചാർജ്ഡ് വയറിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലത്തിൽ, സ്മോൾ r ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് P എന്ന് പറയുന്ന പോയിൻ്റ്. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉറപ്പായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ലേ? അതിൻ്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഔട്ട്വേർഡ് ഡിറക്ഷൻ. ആ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഗോസസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ എന്ത് വേണം? ഒരു ഇമാജിനറി സർഫസ് വേണം, അതായത് ഒരു ഗോഷ്യൻ സർഫസ് വേണം. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്ന നമുക്കൊരു ഷേപ്പ് കൺസിഡർ ചെയ്ത്, ഇപ്പോൾ നോക്കി ലൈനിനാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. ആ ലൈൻ ഓഫ് ചാർജ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു സിമെട്രിക് ആയിട്ടുള്ള ഇമാജിനറി സർഫസ് അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എടുക്കാൻ പറ്റിയ സർഫസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് r റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സിലിണ്ട്രിക്കൽ
സർഫസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ R റേഡിയസ് ആയിട്ട് വരുന്ന ഒരു സിലിണ്ടറിക്കൽ സർഫസ്. ആ സിലിണ്ടറിൻ്റെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? ലെങ്ത് L തന്നെയായിരിക്കും. റേഡിയസ് എത്രയായിരിക്കും? റേഡിയസ് R ആയിട്ട് വരുന്ന സിലിണ്ടറിക്കൽ സർഫസ്. പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഗോസസ് തിയറം എന്താണെന്ന് ആലോചിക്കാം. എന്തായിരുന്നു നമ്മുടെ ഗോസസ് തിയറം? ഇക്വേഷൻ 5 that is equal to 1 by epsilon 0 times Q. അല്ലേ? 5 equals 1 by epsilon 0 Q. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ടാൾക്കാരാണ്. ഒന്ന് phi ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത് ചാർജ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫൈയും ചാർജും കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഇക്വേഷനിലേക്ക് കൊടുത്താൽ എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി മാർക്ക് ചെയ്യാം. അതായത് ലൈനിനാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമുക്കിവിടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ടേം എന്താണ്? ലാംഡ. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നും റെപ്രസെൻ്റ് ചെയ്യാം കേട്ടോ ഫിഗറിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്താണ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ കൊടുക്കാവുന്ന ഇക്വേഷൻ 5 that is equal to strength of electric field into area ആണല്ലോ. ഏത് ഏരിയ? E into area of Gaussian surface. നമ്മൾ എടുത്തിരിക്കുന്ന ആ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഏത് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യണം. ഏത് ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ്. ഈ സിലിണ്ടറിന് ഉറപ്പായിട്ടും എന്തുണ്ട്? രണ്ട് ഏരിയ ഉണ്ട്. ഒന്ന് ഈ കർവ്ഡ് പോർഷൻ്റെ ഏരിയ ഉണ്ട്. രണ്ടാമത്തത് എന്താണ്? ഈ രണ്ട് ഫേസസിൻ്റെ ഏരിയ. ഇവിടെ കിട്ടിയോ? അപ്പോൾ പലർക്കും ഡൗട്ട് തോന്നും, ഏത് ഏരിയ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്? ഈ കർവ്ഡ് പോർഷൻ്റെ ഏരിയ ആണോ അല്ലെങ്കിൽ ഈ രണ്ട് ഫേസിൻ്റെ ഏരിയ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലക്സ് എപ്പോഴാണ് നമുക്ക് മാക്സിമം ആയിട്ട് കിട്ടുന്നത്? ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ പാസ് ചെയ്യണം? സർഫസിന് നോർമലായിട്ട്, പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ നമ്മൾ ഫേസ് എടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതാ ഇങ്ങനെയല്ലേ പാസ് ചെയ്യുന്നത്? അത് ആ ഫേസിന്, അല്ലെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫേസിന് എങ്ങനെയാണ്? ഫേസിന് പാരലായിട്ടാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഈ കർവ്ഡ് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? പെർപെൻഡിക്കുലറായിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതിൻ്റെ ഏരിയ ആണ്? ഈ കർവ്ഡ് പോർഷൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 that is equal to E into ആ കർവ്ഡ് പോർഷൻ്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. L ലെങ്ത് റേഡിയസ് R ഉള്ള ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ ഇക്വേഷൻ? 2πRL ആണല്ലോ. ദെൻ ഇനി നമുക്ക് എന്താ വേണ്ടത്? ചാർജ് എന്താന്ന് വേണം. ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ചാർജ് ഡെൻസിറ്റി ലാംഡ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ദറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ലെങ്ത്. അപ്പോൾ ചാർജിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ ഇൻറ്റു എൽ. അപ്പോൾ ചാർജ് എന്താണെന്ന് കിട്ടിയില്ലേ? നമ്മൾ കൊടുക്കുകയാണ് ചാർജ് Q ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ. അപ്പോൾ ഗോസസ് തിയറം അനുസരിച്ച് 5 ദറ്റ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 Q ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ആ വാല്യൂസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് E ഇൻറ്റു 2πRL. 5ക്ക് പകരം വാല്യൂ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ഇൻറ്റു Qന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? ലാംഡ എൽ. അപ്പോൾ നോക്കിക്കേ, ലാംഡ എൽ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള? E അല്ലേ കണ്ടുപിടിക്കാനുള്ള? E ദറ്റ് ഈസ് ഈക്വൽ ടു 1 by 2π ഈ സൈഡിലേക്ക് വന്നു. 1 by 2π epsilon 0 ലാംഡ ഡിവൈഡഡ് ബൈ ഈ R ഈ സൈഡിലേക്ക് വന്നു. അങ്ങനെ നമുക്ക് ഇക്വേഷനായി E ദറ്റ് ഈസ് ഈക്വൽ ടു
1/2πε0 λ/r. ഇനി പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 1/2πε0 λ/r എന്നുള്ള ഇക്വേഷനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ വേണമെങ്കിൽ 2 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇവിടെ 2 × 2 എന്ന് പറയുന്ന ആരാ? 4 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, that is equal to 1/4πε0 2 × λ 2 λ/r എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് എളുപ്പത്തിൽ 1/4πε0 പകരം എന്ത് കൊടുക്കാം? 9 × 10⁹ എന്ന് കൊടുക്കാം. അപ്പോൾ കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രൊസീജിയർ നോക്കുക. L ലെങ്ത് ഉള്ള ഒരു യൂണിഫോംലി ചാർജ്ഡ് വയർ നമുക്ക് തന്നിട്ടുണ്ട്. ആ വയറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. ഈ വയറിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മുടെ പോയിന്റ് P ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗോസസ് ലോ അപ്ലൈ ചെയ്ത്. അപ്പോൾ ആ P എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന ആ ലീനിയർ ചാർജ്ഡ് വയർ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒരു ഇമാജിനറി സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലക്സ് വേണം, ചാർജ് വേണം. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E × ഏരിയ വേണം അല്ലേ? ഏരിയ ഓഫ് സർഫസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന സർഫസിൻ്റെ ഏരിയ. ഹിയർ ഈ കർവ്ഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ, അപ്പോൾ φ = E × 2πrl. ഇനി ലീനിയർ ചാർജ് ഡെൻസിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ചാർജ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് λl. അപ്പോൾ ഗോസസ് തിയറം φ = 1/ε0q അതിലേക്ക് വാല്യൂസ് കൊടുത്തു. രണ്ട് സൈഡിൽ L ഉണ്ട്, അത് കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്ക് കിട്ടി E = 1/2πε0 λ/r or E = 1/4πε0 2 λ/r. ഇനി നമുക്ക് നമ്മുടെ NCERT ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അതായത് 22ാമത്തെ പ്രോബ്ലം 1.22. അവർ തന്നിരിക്കുന്നത് ഒരു ലൈൻ ഓഫ് ചാർജ് മൂലം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് r = 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ലൈൻ ഓഫ് ചാർജിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു പോയിൻ്റ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി E = 9 × 10⁴ Nm/Coulomb. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ക്വസ്റ്റ്യൻ പിടി കിട്ടിയോ? ഒരു ലൈൻ ഓഫ് ചാർജ്, അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലത്തിലൊരു പോയിൻ്റ്, അവിടെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 9 × 10⁴ Nm/Coulomb. ലീനിയർ ചാർജ് ഡെൻസിറ്റിയായ ലാംഡയാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലം ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്ന ആ ഇക്വേഷൻ തന്നെ കൊടുക്കാം. that is equal to 1/4πε0 2 λ/r എന്നല്ലേ? അപ്പോൾ 1/4πε0 പകരം നമ്മൾ 9 × 10⁹ 2 λ/r. ലാംഡയല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ലാംഡ that is equal to E × r divided by 9 × 10⁹ × 2. വാല്യൂസ് കൊടുക്കുകയാണ്. ലാംഡ is equal to 9 × 10⁴ × r. r നമുക്ക് തന്നിരിക്കുന്നത് യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ ആക്കണം. 2 × 10⁻² divided by 9 × 10⁹ × 2. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റിയ ടേംസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? ലാംഡ that is equal to 10⁻², ഇവിടെ 10⁴ ഉണ്ട്, ഇവിടെ 10⁻² ഉണ്ട്, താഴത്തെ 9 മുകളിലേക്ക് വരുമ്പോൾ 10⁻⁻9. അപ്പോൾ ടോട്ടൽ 10⁻⁻5. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം 10 × 10⁻⁻6 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ 10 × 10⁻⁻6 പകരം നമുക്ക് മൈക്രോ എന്ന് പറഞ്ഞു കൊടുക്കാം. മൈക്രോ. പിന്നെ ലാംഡയുടെ യൂണിറ്റ് എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ, ചാർജ് ബൈ ലെങ്ത് അല്ലേ? അപ്പോൾ യൂണിറ്റ് എന്താ? കൂളം പെർ മീറ്റർ.
അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഗോസസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ. യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആർ ഡിസ്റ്റൻസ് അകലത്തിലെ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡെറിവേഷൻ ഗോസസ് ലോ അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. E ഈക്വൽസ് 1/2πε0 λ/r. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഇക്വേഷനിൽ ആ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് നമ്മൾ വരുന്നില്ല. ആ ലെങ്ത്ത് നമ്മുടെ ഇക്വേഷനിലേക്ക് വരുന്നില്ല. പിന്നെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ ലീനിയർ ചാർജ് ഡെൻസിറ്റിയെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേമാതിരി ആ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും.